We were confident and we were expecting, people were excited, and then the ticket bookings would be good. But this is truly beyond all our imagination. So thank you so much. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലിയോയെയും ജവാനെയും പുഷ്പ 2വിനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് എമ്പുരാൻ തേരോട്ടം തുടരുകയാണ്. നമുക്കറിയാം, ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിക്ക് ആരംഭിച്ച ബുക്കിംഗ് 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ലിയോ തീർത്ത ആ റെക്കോർഡ് എമ്പുരാൻ പൊട്ടിച്ച് കൈ കൊടുത്തു. പിന്നാലെ 24 മണിക്കൂർ കഴിഞ്ഞുള്ള സ്റ്റേറ്റസ് പ്രകാരം ഇന്ത്യയൊട്ടാകെ എടുത്തു നോക്കിയാൽ 6,45,434, കൃത്യം കണക്ക് ഒന്നുകൂടെ പറയാം, 6,45,434 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം വിറ്റുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റ് ടിക്കറ്റിംഗ് ആപ്പുകളുണ്ട്, ഓൺലൈൻ കൗണ്ടറുകളുണ്ട്, ഓഫ്ലൈൻ കൗണ്ടറുകളുണ്ട്. ഇതെല്ലാം എടുത്ത് നോക്കിക്കോ, ഇതെല്ലാം കൂടുതലേ ഉള്ളൂ. പക്ഷെ ബുക്ക് മൈ ഷോ വഴി നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 2 വർഷം, അധികം പുറകിലോട്ടൊന്നും പോണ്ട, ഒരു 2 കൊല്ലം മുമ്പ് മലയാള സിനിമ ഇതുപോലൊരു തേരോട്ടം നടത്തുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊക്കെ പുച്ഛിച്ച് തള്ളിയാണ് നമ്മൾ, അല്ലേ? കേട്ട് നിൽക്കുന്നവരൊക്കെ പുച്ഛിച്ച് തള്ളിയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ 6,45,000 പുറകിൽ രണ്ടാമത് നിൽക്കുന്ന ചിത്രമുണ്ട്. അത് കൽക്കി 2898 AD ആണ്. അത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ചിത്രമാണ്. അതിൻ്റെ സ്റ്റാർ കാസ്റ്റ് മാത്രം ഒന്ന് നോക്കിക്കേ. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദീപിക പടുകോൺ, രാജമൗലി, അങ്ങനെ വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ആ ചിത്രത്തിന് ആദ്യത്തെ 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി ലഭിച്ച ബുക്കിംഗ് എത്രയാണെന്നറിയാവോ? 3,30,000. അതായത് എമ്പുരാൻ തീർത്തത് കൽക്കിയുടെ 2 ഇരട്ടിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പടത്തിനെ 2 ഇരട്ടി മാർജിനിൽ പൊട്ടിക്കുകയാണ് എമ്പുരാൻ എന്നുള്ളത്. ഇത് നമുക്ക് മലയാളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്, മോളിവുഡിൽ നിന്നും പിറക്കുന്ന സിനിമകളൊക്കെ ലോ ബഡ്ജറ്റ് സിനിമകളാണ് എന്നൊക്കെ നമ്മൾ പുച്ഛിച്ച് തള്ളുമ്പോൾ പോലും ഇന്ത്യ ഒട്ടാകെയുള്ള മാർക്കറ്റ് മോളിവുഡിനെ നോക്കിക്കാണുകയാണെന്ന് ഇതിൽ പരം ഒരു തെളിവ് എന്താണ് വേണ്ടത്? ലൂസിഫർ പോലൊരു സിനിമ 2019 പൃഥ്വിരാജ് പുറത്തിറക്കിയതിന് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു 2ാം ഭാഗം വരികയാണ്. അതിൻ്റെ ട്രെയിലർ ഈ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഇറക്കുകയാണ്. ആ ട്രെയിലർ ഇന്ത്യ ഒട്ടാകെ തരംഗമാകുന്നു, ലോകത്തിൽ തന്നെ സംസാര വിഷയമാകുന്നു. സിനിമാ പ്രേമികൾക്കിടയിൽ അത് വലിയ ചർച്ചാ വിഷയമാകുകയാണ്. പിന്നാലെ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ ആ ട്രെയിലറിന് കിട്ടിയ അക്സെപ്റ്റൻസും കൂടി നമ്മൾ ഈ ബുക്കിങ്ങിൽ കാണേണ്ടി വരും. കാരണം ആ ട്രെയിലർ 3 മിനിറ്റ് 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ റിപ്പീറ്റ് വാല്യൂവിൻ്റെ അങ്ങേയറ്റമാണെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത്. അത് തന്നെ ബുക്ക് മൈ ഷോയിലൂടെ നമ്മൾ കാണുകയും ചെയ്തു. കൃത്യം 9 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ ബുക്കിംഗ് 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ചരിത്രമാണ് പിറക്കുന്നത്. എന്തിനേറെ പറയണം, ഇന്ന് എമ്പുരാൻ്റെ അവരുടെ പ്രൊമോഷൻ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരുടെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ പ്രസ് മീറ്റിൽ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ ഞങ്ങൾ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ളത്. കാരണം ലൂസിഫർ അത്രമാത്രം ഒരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു തരംഗമായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത്. ആലോചിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് അദ്ദേഹം ഇറക്കിയതിൽ എല്ലാ തരത്തിലുമുള്ള മാർക്കറ്റിങ്ങും പ്രൊമോഷനും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു ആവറേജ് കണക്ക് എങ്ങനെയായിരിക്കും ഒരു ആദ്യ മണിക്കൂറിലും 24 മണിക്കൂറിലും ബുക്കിംഗ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സംവിധായകൻ്റെ കണക്കുകൂട്ടൽ പോലും തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സിനിമാ പ്രേമികൾ എമ്പുരാനെ വരവേൽക്കാനായി ഒരുങ്ങുന്നത്. ഒരു ആഡഡ് പ്രഷർ സംഭവിക്കാം, കൂടുതലായിട്ട് ആളുകൾ പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്കൊക്കെ സിനിമ മാറുമ്പോൾ പോലും പൃഥ്വിരാജ് കോൺഫിഡൻ്റ് ആണ്. ആ പ്രസ് മീറ്റിൽ തന്നെ കൃത്യമായി തന്നെ പൃഥ്വിരാജിൻ്റെ ബോഡി ലാംഗ്വേജും മോഹൻലാൽ സംസാരിക്കുമ്പോൾ പോലും തൻ്റെ സിനിമയിൽ എത്രമാത്രം നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പോലും അവരുടെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ പോലും ഇരുവരും പറയുന്നുണ്ട്. അത്രമാത്രം കോൺഫിഡൻസിൽ ഇറങ്ങുന്ന എമ്പുരാൻ മാർച്ച് 27 റിലീസിനെത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റുകൾ കൈയടക്കിയത് എന്നുള്ളത് നോക്കണ്ടേ? പുഷ്പ 2, ലിയോ, ജവാൻ, കൽക്കി, അങ്ങനെ ഈ പേരുകേട്ട താരങ്ങൾ, ഷാറൂഖ് ഖാൻ, പ്രഭാസ്, അല്ലു അർജുൻ, വിജയ്, ഇതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ തരംഗം തീർക്കുന്ന ആളുകളുടെ ഒക്കെ റെക്കോർഡുകൾ പൊട്ടിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ മുന്നോട്ട് വന്നത് എങ്ങനെയാണ്? ഈ ചോദ്യം പ്രസക്തമല്ലേ? കാരണം നമുക്കറിയാം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് നല്ലൊരു വർഷമായിരുന്നില്ല. അദ്ദേഹം മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നു, അത് തിയേറ്ററിൽ വലിയ പരാജയമാകുന്നു. പിന്നാലെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രം തിയേറ്ററിലേക്ക് വരുന്നു, അതും വലിയ പരാജയത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. അങ്ങനെ 2 പരാജയ ചിത്രങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു നടന് അതിൻ്റെ അടുത്ത സിനിമയ്ക്ക് ഇത്രയും വലിയൊരു തേരോട്ടം സൃഷ്ടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതാണ് 47 വർഷം മലയാള സിനിമ അടക്കി ഭരിക്കുന്ന രാജാവിൻ്റെ കഥ പറയേണ്ടി വരുന്നത്. പറയുന്നത് തോള് ചെരിഞ്ഞ വിസ്മയ മോഹൻലാലിനെ കുറിച്ചാണ്. എത്ര സിനിമകൾ വേണമെങ്കിലും നിങ്ങൾ പരാജയപ്പെടാം, പക്ഷേ
ഒരു വലിയ ഹൈപ്പിൽ അദ്ദേഹം തന്നെ കോൺഫിഡൻസോടുകൂടി തന്നെ ഈ സിനിമയിൽ വലിയൊരു ആത്മവിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ മലയാളി പ്രേക്ഷകർ മോഹൻലാലിനെ കൈവിടാറില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണിത്. അത് മലയാളി പ്രേക്ഷകർ മാത്രമല്ല, അതിൻ്റെ ബോർഡർ ലൈനൊക്കെ കടന്ന് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ വാഴ്ത്തപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ ബുക്ക് മൈ ഷോയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ അനിൽ തദാനിയെ പോലൊരു ഡിസ്ട്രിബ്യൂട്ടർ വരുന്നു, ഹോംബാലയെ പോലൊരു പ്രൊഡക്ഷൻ കമ്പനി വന്ന് തെലങ്കാനയിൽ കൊണ്ടുപോകുന്നു, കർണാടകയിൽ പോയിട്ട് ദിൽരാജു കൊണ്ടുപോകുന്നു, മലയാളത്തിൽ തന്നെ ഗോകുലം ഗോപാലൻ പോയി തമിഴ്നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ കൈകോർക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ടീം എല്ലാം വേൾഡ് ക്ലാസ് ടീമുകൾ, ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും അസോസിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൊഡക്ഷൻ ടീമുകൾ. ഇവരുടെ എല്ലാവരുടെയും ഒരു ബലത്തിൽ പൃഥ്വിരാജ് എമ്പുരാൻ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആദ്യ ദിവസമൊന്നും ടിക്കറ്റ് കിട്ടാനില്ല. പല പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ തന്നെ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഷോകളെല്ലാം ഹൗസ്ഫുള്ളായി. ഇപ്പോൾ തിയേറ്ററുകാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അർദ്ധരാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ സ്പെഷ്യൽ ഷോസ് ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല തിയേറ്ററുകളും ഇപ്പോഴും ചാർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പലയിടത്തും ബുക്കിംഗ്സ് ആരംഭിക്കുകയാണ്. പലയിടത്തും 6 മണി ഷോ ഇനിയും ഓപ്പൺ ആക്കാനുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ഒരു റെക്കോർഡ് ബുക്ക് മൈ ഷോയിലൂടെ എമ്പുരാൻ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം.